എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാനൊരു ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ വന്നതാണ്. എന്താ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3 മാസമല്ലേ ആയുള്ളൂ? 3 മാസം 8 ദിവസമേ ആയുള്ളൂ. വളരെ വൈകിയല്ലേ കല്യാണം കഴിഞ്ഞത്? പിന്നല്ലേ, പ്രേമിച്ചല്ലേ? 5-6 കൊല്ലം പ്രേമിച്ചതാണ്. വീട്ടുകാരും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല. പിന്നെ ഞാൻ വേറൊരാളെ കെട്ടത്തില്ലെന്ന് ഉറപ്പായതിനു ശേഷമാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അങ്ങനെ ഏപ്രിൽ 8-ാം തീയതി പെണ്ണ് കാണാൻ വന്ന് മെയ് 8-ാം തീയതി കല്യാണം ഉറപ്പിച്ച്. ഇപ്പൊ 8ന്റെ പണിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് കാര്യം പറയും നിങ്ങള്? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കമ്പനിയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ടൂറിന് പോയി. അത് പിന്നെ കമ്പനി പറയുമ്പോൾ നമ്മൾ മദ്രാസ് ആയാലും ബാംഗ്ലൂർ ആയാലും ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് കൺട്രി നമ്മളിങ്ങനെ പോകും, സ്വാഭാവികമാണത്. എന്റെ വക്കീലെ പൊക്കോട്ട്, അതിനൊരു പരാതിയില്ല എനിക്ക്. നിങ്ങളെ കൊണ്ടുപോകാത്തത് കൊണ്ടാണോ? അങ്ങനെ വല്ലതാണോ? എനിക്ക് അതിലും പരാതിയില്ല. ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ, കമ്പനി ആവശ്യത്തിനല്ലേ പോയത്. കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് പോകും, അതൊരു വിഷയമാക്കേണ്ടത്. അതൊന്നും അല്ല ഒരു വിഷയം. ഈ പുള്ളി എന്തുണ്ടേലും എന്നോട് തുറന്നു പറയുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എല്ലാ കാര്യവും മറച്ചു വെക്കാതെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങേര് കാണിച്ചത് കള്ളത്തരമാണ്. എന്ത് കള്ളത്തരം കാണിച്ചു? ഇങ്ങേര് ബാംഗ്ലൂർ പോണെന്നും പറഞ്ഞോണ്ട് ഗോവയ്ക്ക് ടൂറിന് പോയിരിക്കുന്നു. അത് കമ്പനിയിൽ ഒരു സ്റ്റാഫ്, ലേഡി സ്റ്റാഫുമായിട്ട്. നമ്മൾ ഈ മറ്റുള്ളവർ ഈ പറഞ്ഞ് കേട്ടതൊന്നും നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. എന്റെ വക്കീൽ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? മറ്റുള്ളവരാരും പറഞ്ഞറിഞ്ഞൊന്നുമല്ല. ഞാൻ എന്റെ ഈ 2 നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. എന്ത് കണ്ടു? എവിടെ വെച്ച് കണ്ടു? എപ്പോൾ കണ്ടു? എന്ത് കണ്ടെന്നാ? ഇത് ഞാൻ ബാംഗ്ലൂർ പോകുകയല്ലേ, 3 ദിവസം കഴിഞ്ഞല്ലേ വരുവുള്ളൂ എന്ന് വിചാരിച്ച്. അപ്പൊ ആ 3 ദിവസം എനിക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് നേരെ ഗോവയ്ക്ക് പോയി. അവിടെ ബീച്ചിൽ ചെന്നപ്പോ അവനാണ് എന്നെ തോണ്ടി വിളിച്ച് കാണിച്ചത്. ഇല്ല, ആ ബെർമുട ഇട്ടോണ്ട് നിക്കണത് നിന്റെ കെട്ടിയോനല്ലേടി, ആ കൂടെ നിക്കണ ലേഡി സ്റ്റാഫ് അല്ലേന്ന്. അവന്റെ മുന്നിൽ തൊലി ഉരിഞ്ഞു പോയി. വിശ്വാസവഞ്ചന അത് ഞാൻ പൊറുക്കൂല വക്കീലെ. എനിക്ക് ഡൈവോഴ്സ് വേണം.